ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര തലയിലെടുത്തോണ്ട് നടന്നാലും അനാഥയാണെന്ന ബോധം ഇവൾക്കുണ്ടാവണം. അച്ഛനെ അമ്മയും പോലും തിരിച്ചറിയാത്തവളാ അണിമംഗലത്തെ തമ്പുരാട്ടി. ഞാൻ ഇവളുടെ ദാസിയൊന്നുമല്ല. ആരൊന്നും പറയണ്ടമ്മേ. ഏട്ടത്തി, എനിക്കിതൊന്നും വേണ്ട. ഏട്ടത്തി തന്നെ വെച്ചോളൂ. ഞാനിത് തിരിച്ചറിയുന്ന ഏട്ടത്തെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് എനിക്കിഷ്ടല്ല. ഏട്ടന്റെ മനസ്സിൽ ഞാൻ ഏട്ടന് സ്വന്തം പെങ്ങളാന്ന് എനിക്കറിയാം. ഞാനത് സ്വീകരിച്ചതും ഒരുങ്ങിയതും ഒക്കെ ആ അർത്ഥത്തിൽ മാത്ര. പക്ഷേ ഏട്ടത്തി പറഞ്ഞതും കാര്യമാണ്. ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു ലോകത്തെന്ന് ചിന്തിക്കുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാവരും അന്യരാ. ഏട്ടത്തി, ദാ ഇത് പിടിക്കേ. എനിക്ക് വേണ്ട. ഏട്ടാ, ഏട്ടൻ തന്നെ ഏട്ടത്തെ ഏൽപ്പിച്ചേക്ക്. ഏട്ടാ, ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്കും ഓരോരുത്തരുടേതായ രീതികളുണ്ട്. ഏട്ടന്റെ ഭാര്യ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഏട്ടൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളുടെ പേരില് ഏട്ടത്തിയോട് ഏട്ടൻ ഒരു മുഷിച്ചിലും തോന്നരുത്. ഏട്ടത്തെ ഇപ്പൊ എന്നോട് കാണിച്ച ഈ ദേഷ്യം, എന്നോട് പറഞ്ഞ വാക്കുകള്, അതൊക്കെ ഏട്ടനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ പെരുമാറ്റമായിട്ട് കണ്ടാ മതി. ഏട്ടനത് ക്ഷമിക്കാൻ പറ്റും, പൊറുക്കാനും പറ്റും. നിങ്ങൾ രണ്ടാളും നന്നായിട്ട് ജീവിക്കണം. എനിക്കത്രേ ഉള്ളൂ. ദാ കണ്ടമോളെ, നിന്നേക്കാൾ എത്രയോ പ്രായത്തിന് താഴെ അവള് കാണിച്ച പക്വത കൊണ്ടോ. നീ പറഞ്ഞല്ലോ രാധിക എല്ലാവരും ഇഷ്ടപ്പെടുന്നുവെന്ന്. അത് അവളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ. ഇനിയെങ്കിലും അത് തിരിച്ചറിയാൻ പഠിക്ക് മോളെ. നമ്മളൊന്നും നേടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വേറൊരാളെ തോൽപ്പിച്ചുകൊണ്ടാവണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് കുഴപ്പം.